ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആർട്ടിക്കിൾസ് ആണല്ലേ. അതിൽ നമ്മൾ എയും ആനും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. ഒരു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എയും ആനും യൂസ് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കതിൽ പഠിക്കാനുള്ളത് ദ എന്ന വേർഡാണ് അല്ലേ. ദ നമ്മൾ എല്ലാ സെൻറ്റൻസുകളും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ദ എന്ന ആർട്ടിക്കിൾ. അപ്പോൾ അതിന് രണ്ട് പ്രൊനൗൺസിയേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ദ എന്നും പറയും, ദി എന്നും പറയും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതെങ്ങനെയാണെന്ന് നോക്കാം. ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു തെറ്റുമില്ല. പക്ഷേ ചില കേസിൽ നമ്മൾ ദായും ദിയും പറയണം എന്നുള്ളത് ഇംഗ്ലീഷിൻ്റെ ഒരു നിയമമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പം നമുക്കറിയാം രണ്ട് സൗണ്ട്സ് ഉണ്ടെന്നല്ലേ. വോവൽ സൗണ്ട്സും കോൺസണന്റ് സൗണ്ട്സും ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സൗണ്ടുകളിൽ വവൽ സൗണ്ട്സ് വരുന്ന സമയത്ത് നമ്മൾ ദി എന്ന് യൂസ് ചെയ്യും. അപ്പോൾ ഏതാണ് ആ സൗണ്ട്സൊക്കെ എന്ന് നമ്മൾ ആനും എയും പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് എക്സാമ്പിൾ നോക്കാം. ദി എലിഫൻറ്റ്, ദി ആപ്പിൾ, ദി എഗ്ഗ്. അപ്പോൾ ഇങ്ങനെ വവൽ സൗണ്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ ദി എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ കോൺസണന്റ് സൗണ്ടിൻ്റെ കൂടെ നമ്മൾ ദ എന്ന് പ്രൊണൗൺസ് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും? എക്സാമ്പിൾ നോക്കാം. ദ ബോൾ, ദ കാറ്റ്, ദ റാറ്റ്. ഇങ്ങനെ വരുന്ന എല്ലാ സൗണ്ട്സിൻ്റെ കൂടെയും നമ്മൾ ദ എന്ന് യൂസ് ചെയ്യണം. അപ്പം ദ ആയാലും ദി ആയാലും ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയോ? ആ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആ എന്ന് പറയുമല്ലോ നമ്മൾ മലയാളത്തിൽ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദ, ദി എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചില കേസിൽ നമ്മൾ വൊവൽ സൗണ്ടെന്നോ കോൺസണന്റ് സൗണ്ടെന്നോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ദ യൂസ് ചെയ്യുമ്പം പ്ലൂരലും സിംഗുലറും ഒന്നും പ്രശ്നമല്ല. എന്നാൽ എയും ആനും യൂസ് ചെയ്യുന്നത് ഒരു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ദാൻ്റെ കേസിൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ നല്ല ട്രസ് ചെയ്ത് പറയാറുണ്ടല്ലോ. ആ വാതിൽ, അല്ലെങ്കിൽ ആ കുട്ടി, അല്ലെങ്കിൽ ആ വീട്, ഇങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാറുണ്ട്. അതായത് ട്രസ് ചെയ്ത് നമ്മൾ പറയാറുണ്ട് അല്ലേ. നമുക്കറിയാം ആ വീട് എന്നാണ്. നേരെ മറിച്ച് ഇപ്പം ഏതോ ഒരു വീട് അല്ലെങ്കിൽ ഏതോ ഒരു കുട്ടി ഇങ്ങനെ പറയുന്നതല്ല. നമുക്ക് യഥാർത്ഥത്തിൽ അറിയാം ആ വീടാണ്, അല്ലെങ്കിൽ ആ കുട്ടിയാണെങ്കിൽ ആ വാതിലാണ് അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ആ ബാത്റൂമാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഇങ്ങനെ നമുക്ക് അറിയാവുന്ന, നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്ന കാര്യത്തിൻ്റെ കൂടെ നമുക്ക് ദ എന്ന് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളിങ്ങനെ പറയാറുണ്ട്. നീ ആ വാതിലൊന്നടയ്ക്കൂ, നീ ആ വാതിലൊന്നടയ്ക്കൂ. നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്. നമ്മൾ ആ വാതിലാണ് അടയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്, വേറെ ഒന്നുമല്ല അല്ലേ. അപ്പം നമ്മളവിടെ എന്ത് പറയണം? യു ക്ലോസ് ദ ഡോർ, യു ക്ലോസ് ദ ഡോർ, യു ക്ലോസ് ദ ഡോർ. നീ ആ വാതിൽ അടയ്ക്കൂ. അതുപോലെ പറയുന്ന കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? ദ എന്ന് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിവേഴ്സിൻ്റെ കൂടെ. അതായത് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് നദികളുണ്ട് അല്ലേ. നദികളുടെ കൂടെ നമ്മൾ ദ എന്ന് യൂസ് ചെയ്യണം. ദ ഗംഗ, ദ യമുന, ഇങ്ങനെ പറഞ്ഞിട്ട് വേണം നമ്മൾ നദികളുടെ പേര് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയും നമ്മൾ ദ എന്ന് യൂസ് ചെയ്യും. അതുപോലെ തന്നെ വലിയ വലിയ കൺട്രീസിൻ്റെ കൂടെ നമ്മൾ ദ യൂസ് ചെയ്യും. എങ്ങനെ? ദ USA, ദ UK എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മളൊരു കൺട്രീസ് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ എന്ന് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നപ്പം ചില ട്രെയിനുകളുടെ കൂടെ. അതായത് എനിക്കിപ്പോൾ ട്രെയിനിൻ്റെ നിയമമൊന്നും വല്ലാണ്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് ചെന്നൈ എക്സ്പ്രസ് ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ദ എന്ന് യൂസ് ചെയ്യും. അതുപോലെ സമുദ്രങ്ങളുടെ കൂടെ, മൗണ്ടെയ്ൻസിൻ്റെ കൂടെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ദ എന്ന് യൂസ് ചെയ്യുന്നത്. ഇനി ദ യൂസ് ചെയ്യാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. പുറത്ത് നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ സൗണ്ട് കുറവായെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയില്ല. എന്തായാലും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.